ആദ്യാനുരാഗം. രചന അജിത് ജേക്കബ്. ഏട്ടാ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? പോയിക്കോ. ഷട്ടിൽ ബാറ്റിലെ പൊട്ടിപ്പോയ നൂൽ കുരുക്കുന്നതിനിടെ മുഖമുയർത്താൻ ഞാൻ മറുപടി പറഞ്ഞു. നിൽക്കേച്ചി പ്ലീസ്, ഈ മാജിക് മാരുടെ തൊപ്പിക്കൂടി കളർ ചെയ്തിട്ട് പോയിക്കോ. മിന്നു അവളെ നോക്കി കൊഞ്ചുന്ന കേട്ടപ്പോൾ മിന്നുവിനെ ഞാൻ ശാസിച്ചു. ആ കൊച്ചിന് വീട്ടിൽ പണിയുണ്ടാവും, അവ പോയിക്കോട്ടെ. പ്ലീസ് മാമ. മിന്നുവിന്റെ യാചനക്കുമ്പിൽ ഞാൻ മൗനം സ്വീകരിച്ചു. ക്രയോൺസിന്റെ കരകുര ശബ്ദം വീണ്ടും എന്റെ കാതിൽ പതിച്ചു. അല്പസമയത്തിന് ശേഷം വീണ്ടും അവിടെ ശബ്ദം മുഴങ്ങി. ഏട്ടാ, ഞാൻ പോവാട്ടോ. ഷട്ടിൽ ബാറ്റിൽ കോർക്കുന്ന നൂലുകൾ അഴയുന്നുകൊണ്ട് മനസ്സിൽ നിറഞ്ഞു പൊങ്ങിയ ദേഷ്യം എവിടെ തീർക്കുമെന്ന് കരുതിയിരുന്ന ഞാൻ കത്തുന്ന കണ്ണുകളോട് അവളെ നോക്കി. കുറെ നേരമല്ല താൻ വീട്ടിൽ പോയി എന്നോട് അനുവാദം ചോദിക്കുന്നു. ഞാൻ വിളിച്ചിട്ടാണോ താൻ ഇങ്ങോട്ട് വന്ന്? ഒരു നിമിഷം അവൾ എന്നെ സ്തംഭിച്ച് നോക്കുന്ന ഞാൻ കണ്ടു. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ ചുവന്നു. കൺപീലികളിൽ എഴുതിയിരുന്ന കൺമഷി കണ്ണുനീർ വീണ് കലങ്ങി. ഇടത്തെ കൈയുടെ പുറം കൊണ്ട് കണ്ണുനീർ തുടച്ചപ്പോൾ അവളുടെ കറുത്ത മുഖം വീണ്ടും കറുത്തു. ഏങ്ങലടിയുടെ ശബ്ദത്തിനൊപ്പം അവളുടെ കാൽപാദത്തെ അലങ്കരിച്ചിരുന്ന പാണ്ടിക്കൊലുസിന്റെ താളത്തോടെ ചെമ്പരത്തിയാൽ തീർത്തിരുന്ന വേലിയും കടന്നവൾ ഓടി മറഞ്ഞു. അയ്യടാ മനമേ തീപ്പെട്ടി കോലെ. മിന്നു താളത്തിൽ പാടാൻ തുടങ്ങി. ദേ, ആരോടെങ്കിലും പറഞ്ഞ നിന്റെ ക്രയോൺസ് എടുത്ത് ഞാൻ പൊട്ടക്കനിലിടും. മിന്നുവിന്റെ നേരെ നോക്കി ഞാൻ കണ്ണുരുട്ടി. വാതിൽക്കൽ ചേച്ചി പ്രത്യക്ഷപ്പെട്ടു. മാമൻ കരയിപ്പിച്ചു, അർച്ചനേച്ചി പോയി. മിന്നു ഒരു ബലത്തിനെന്ന വണ്ണം ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നെ നോക്കി കോക്രി കാണിച്ചു. എന്താടാ, അതൊരു പാവം കുട്ടിയാ, എന്തിനാ അതിനെ കരയിപ്പിച്ച്? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലേ ചേച്ചി. അല്ല, ഏതാ കുട്ടി? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഒരു മാസമായിട്ട് ആ കുട്ടി ഇവിടെ ഉണ്ടല്ലോ. നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ആ വളവിലെ ഷിബുവേട്ടിന്റെ അനിയത്തി ഷീല ചേച്ചിന്ന് ഓർക്കുന്നുണ്ടോ? ഷീല ചേച്ചിയുടെ മകളാണത്, പേര് അർച്ചന. ചെറുതിൽ കണ്ടിട്ടുണ്ട്, ഇത്ര പെട്ടെന്നൊക്കെ വലുതായോ? പിന്നെ പെൺകുട്ടികൾ കണ്ണാടി ചേർക്കുമ്പോൾ വലുതാവില്ലേ? ചേച്ചി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് ഞാൻ തൊടുപുഴയിലെത്താൻ കാരണം എൻ്റെ അളിയനാണ്. അളിയൻ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അറബ് രാജ്യത്തേക്ക് പോയപ്പോൾ ചേച്ചിയുടെ അവരുടെ ഏകമകൾ നഴ്സറിൽ പഠിക്കുന്ന മിന്നുവിനെയും സെക്യൂരിറ്റിയായി വീട്ടുകാർ തിരഞ്ഞെടുത്ത എന്നെയായിരുന്നു. അതിനാൽ എൻ്റെ കോളേജ് ജീവിതം ചേച്ചിയുടെ വീട്ടിലായിരുന്നു. പഠനവും അതിനേക്കാൾ ഉപരി അടിച്ചുപൊളിയായിട്ട് മുമ്പോട്ട് പോയിരുന്ന എൻ്റെ 18ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയായിരുന്നു അർച്ചന. ചേച്ചിയുടെ വീടിന് സമീപത്തുള്ള ഷിബുവേട്ടൻ്റെ അനിയത്തി ഷീലയുടെ മകൾ. സേലത്തൊരു ബനിയൻ കമ്പനിയിൽ ജോലിക്ക് പോയ ഷീല ചേച്ചി അവിടെയുള്ള മുരുകൻ എന്ന പേരുള്ള തമിഴനായിട്ട് പ്രണയത്തിലാവുകയും തുടർന്ന് അവരുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു. മുരുകനും ഷീല ചേച്ചിക്കുണ്ടായ മകളാണ് അർച്ചന. എന്നാൽ അവരുടെ വിവാഹ ജീവിതം ഒരുപാട് നാൾ നീണ്ടുന്നില്ല. അർച്ചന ജനിച്ചതിന്റെ പുറകെ തന്നെ അവരുടെ വൈവാഹിക ജീവിതം അവസാനിച്ചു എന്ന് തന്നെ പറയാം. തന്നിഷ്ടപ്രകാരം ജീവിതം തിരഞ്ഞെടുത്ത് അതിൽ പരാജിതയായപ്പോൾ തിരികെ നാട്ടിലേക്ക് വരാനുള്ള വിമ്മിഷ്ടവും നാണക്കേടും കാരണം ഷീല ചേച്ചി അർച്ചനെ ഏതോ ജീവകാരുണ്യ സ്ഥാപനത്തിന്റെ അനാഥാലയത്തിലാക്കിയ ശേഷം പാലക്കാടിലെ ഏതൊക്കെയോ കമ്പനികളിലായി ജോലി ചെയ്ത് ജീവിതം പുലർത്തിക്കൊണ്ടിരുന്നു. ആ കുട്ടിയുടെ അമ്മ വീണ്ടും വിവാഹം കഴിച്ചു. ചേച്ചിയുടെ ശബ്ദം എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. ആര്, ഷീലച്ചിയോ? ഞാൻ അത്ഭുതത്തോടെ ചേച്ചിയെ നോക്കി. അതേടാ, +2 കഴിഞ്ഞ് ആ കുട്ടിക്ക് അനാഥാലയത്തിൽ തുടരാമത്തുകൊണ്ട് തറവാട്ടി കൊണ്ടുവന്നാക്കിയ എൻ്റെ അമ്മ. മേടിച്ചു നിൽക്കുന്ന എന്നെ നോക്കി ഒരു ഉപദേശം കൂടി തന്നു ചേച്ചി. അപ്പനുമില്ല അമ്മയില്ലാത്ത കുട്ടിയാണ്, നീ അതിനെ കരയിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ മനസ്സിൽ ആ കുട്ടിയുടെ എന്തോ സഹതാപം നിറഞ്ഞു. ഷട്ടിൽ ബാറ്റും കയ്യിലെടുത്ത് മുറ്റത്തിരുന്ന സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് മൈതാനം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഷിബുവേട്ടന്റെ പറമ്പിന്റെ കോണിൽ നിന്നും പാണ്ടിക്കൊലസിന്റെ താളമുയരുന്ന ഞാൻ ശ്രദ്ധിച്ചു. വെള്ളം തുളുമ്പുന്ന ചളുങ്ങിയ കുടവുമായി ജാതി തൈകൾ നനക്കുന്ന അർച്ചനെ ഞാൻ കണ്ടു. സൈക്കിളിന്റെ ബെല്ലിന്റെ ശബ്ദത്താൽ ഞാൻ അവിടെ ശ്രദ്ധയെ ആകർഷിച്ചു. സോറിട്ടോ. എന്റെ നാവിൽ നിന്നുയർന്ന ക്ഷമാപണം കേട്ടവിടെ കണ്ണുകളും മുഖവും മുറിവേറ്റ മാനിനെ പോലെ ദയനീയമായി. താൻ കേൾക്കുന്നുണ്ടോ? തന്നെ കരയിപ്പിച്ചതിന് സോറിന്ന് ഞാൻ പിന്നെയും ആവർത്തിച്ചു. പെട്ടെന്നൊരു ആക്രോശം അവിടെ ഉയർന്നു. ആരടി അവിടെ? അമ്മയുടെ അല്ലേ മോള്? ഒരു ചെക്കനെ വഴി കൂടി വിടരുത് കേട്ടോ. ഷിബുവേട്ടന്റെ ഭാര്യ ഉഷ ചേച്ചിയുടെ സ്വരം. ഭയന്ന മുഖത്തോടെ പാണ്ടിക്കൊലസിന്റെ ശബ്ദം എന്നിൽ നിന്ന് അകന്നുപോയി. ഗൾഫുകാരൻ അളിയൻ അന്തസ്സിനായി വീട്ടിൽ മേടിച്ചിരുന്ന ടിവിയോടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കടപ്പാട് തോന്നിയിരുന്നു. ചില ദിവസങ്ങളിൽ സന്ധ്യയാകുമ്പോൾ ഉഷ ചേച്ചി 2 പെൺമക്കളും അവിടെ അർച്ചനയും ചേച്ചിയുടെ വീട്ടിൽ ടി വി കാണാൻ വന്നിരുന്നു. മിന്നുവിന്റെ നിർബന്ധത്തിൽ അർച്ചന പലപ്പോഴും വീടിന്റെ ഇറയത്ത് മിന്നുവിന്റെ ഒപ്പം പണം വരെ ബുക്കിൽ കളർ ചെയ്തും വളപ്പൊട്ട് കളിച്ചും കൊത്തങ്കല്ല് കളിച്ചും സമയം കളഞ്ഞിരുന്നു. മിന്നുവിന്റെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോൾ മാത്രമാണ് അർച്ചനയുടെ കണ്ണുകൾ തിളങ്ങിയിരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ചിലപ്പോൾ അർച്ചനയോട് സ്നേഹത്തിൽ ഇടപെട്ടിരുന്നത് മിന്നു മാത്രമായിരിക്കണം. മറ്റുള്ളവരോട് അവൾക്ക് എപ്പോഴും ഭയവും ബഹുമാനവുമായിരുന്നു. പലപ്പോഴും ഞാൻ അവളോട് മിണ്ടാൻ ശ്രമിക്കുമ്പോഴും യജമാനെ കാണുമ്പോൾ അടിമയുടെ മുഖത്തുണ്ടാകുന്ന വിധേയത്വം ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു, അല്ലെങ്കിൽ ഞാൻ ചിരിപ്പിച്ചു എന്നും പറയാം. ടി വിയിൽ ചിത്രീകരിക്കുന്നൊരു പരിപാടി നടക്കുകയാണ്. ചിത്രകഥയിലെ ഏതോ ഒരു കഥ അർച്ചന മിന്നുവിനെ വായിച്ച് രസിപ്പിക്കുകയാണ്. മുരടനിക്ക് എന്നെ നോക്കി ഭവ്യതയോടെ അവൾ നിന്നു. തനിക്ക് മലയാളം വായിക്കാനൊക്കെ അറിയോ?
ചോദ്യചിഹ്നത്തോടെ അവൾ മുഖമുയർത്തി. അല്ല, ചേച്ചി പറഞ്ഞു തന്നെ അമ്മ വിവാഹം കഴിച്ചത് ഒരു തമിഴനെയാണെന്ന്. തന്നെ ഈ മൂക്കുത്തിയും കൊലുസ് കണ്ടപ്പോൾ ഞാൻ കരുതി താനെ തമിഴ്ത്തിയായിരിക്കുന്നത്. അവളുടെ മുഖം വാടി. കളിയാക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, അത്യാവശ്യം തമിഴൊക്കെ എനിക്കും അറിയാം, കേൾക്കണോ? അവളുടെ മിഴികൾ എൻ്റെ നേർക്ക് വീണ്ടും ഉയർന്നു. അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ജയറാം സിനിമയിലെ ഡയലോഗ് കോളേജിലെ പൂവാലന്മാരുടെ നാവിൻ തുമ്പിൽ നിന്നും എൻ്റെ മനസ്സിലും പതിഞ്ഞിരുന്നു. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. അർച്ചനയുടെ മുഖത്ത് ചിരി വിരിയുന്ന ഞാൻ കണ്ടു. കയ്യിലിരിക്കുന്ന കഥപുസ്തകങ്ങൾ മുഖത്തേക്ക് അമർത്തി വാപ്പൂട്ടി ശബ്ദമില്ലാതെ ചിരിച്ചു. എന്തായാലും ആ ഒരു സംഭവത്തോടെ എന്നെ കാണുമ്പോൾ അർച്ചനയുടെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ തുടങ്ങി. ഷിബുവേട്ടൻ്റെ വീട്ടിൽ വേലക്കാരിയെ പോലെ പണിയെടുക്കുന്ന അർച്ചനയെ കണ്ട് ചേച്ചി ഒരിക്കൽ വിഷമത്തോടെ അവളോട് ചോദിക്കുന്ന ഞാൻ കേട്ടു. എന്തിനാ മോളെ ഇവിടെ കിടന്നിങ്ങനെ നരകിക്കുന്നത്? തള്ള പോയെങ്കിൽ എന്താ? തമിഴ്നാട്ടിൽ നിനക്ക് തന്തയില്ലേ? നിനക്ക് അങ്ങേൻ്റെ അടുത്തേക്ക് പോയിക്കൂടെ? അനാഥാലയത്തിൽ നിന്നും സ്കൂൾ അവധികൾക്ക് അപ്പയുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന കഥകൾ അവൾ പറയുന്ന കേട്ടിൻ്റെ ചങ്കിലൊരു വിങ്ങൽ നിറഞ്ഞു. അവളുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. അവളുടെ ചെറിയമ്മ അവളെ ഉപദ്രവിക്കുന്നതല്ലായിരുന്നു അവളുടെ പ്രശ്നം. ചെറിയമ്മയുടെ അനിയൻ അവരുടെ ഒപ്പമായിരുന്നു താമസം. അവനൊരിക്കൽ അവളെ കയറി പിടിച്ചതും അലറിക്കറിഞ്ഞ് അവളെ ചെറിയമ്മ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചതും സങ്കടത്തോടെ അവൾ ചേച്ചിയെ പറഞ്ഞ് കേൾപ്പിച്ചു. എല്ലാം തൻ്റെ അമ്മയെ അറിയിച്ച അർച്ചനയെ പിന്നീട് ഒരിക്കലും ശീലചേച്ചി തമിഴ്നാട്ടിലേക്ക് വിട്ടില്ല. വീണ്ടും വിവാഹം കഴിച്ചവർ അർച്ചനയുടെ സുരക്ഷയെ കരുതി തറവാട്ടിലെ ഷിബുവേട്ടൻ്റെ അരികിലാക്കുകയായിരുന്നു. മിന്നുവിൻ്റെ ബുക്കിൽ ചിത്രം വരയ്ക്കുന്ന അവളെ നോക്കി ഞാനൊരിക്കൽ ചോദിച്ചു, നമുക്ക് അവനെ ഇടിച്ചാലോ? ആരെ? പുഞ്ചിരിയോടെ അവൾ മുഖമുയർത്തി. അവനെ, അർച്ചനെ ഉപദ്രവിച്ച ആ പാണ്ഡിയെ. ഷർട്ട് മടക്കി കോഴി മസിൽ വീർപ്പിക്കാൻ ശ്രമിച്ചിട്ടും പൊടിമീശ പിരിച്ചും ഗൗരവത്തിൽ പറയുന്ന എൻ്റെ വാക്കിൽ കേട്ട് അവൾ ചിരികൂട്ടി. ഏട്ടൻ്റെ 3 ഇരട്ടിൻ്റെ ആള്, കൊടവയറും വലിയ മീശയൊക്കെ ആയിട്ട് കണ്ടാ പേടിയാവും. ഓഹോ, ആൾക്ക് കരാട്ടെ അറിയോ? ആ, അവൾ ചുമലൂച്ചി. എന്നാലേ എനിക്കറിയാം. ഒരിക്കൽ ഞാൻ തൻ്റെ കൈയും പിടിച്ച് അവൻ്റെ മുമ്പിൽ ചെല്ലും. എന്നിട്ട് അവനോട് ചോദിക്കും, പറ്റുമെങ്കിൽ അവൻ്റെ മൂക്കിന് 4 ഇടിയും കൊടുക്കും. ശരിക്കും? അവളുടെ മുഖത്ത് അത്ഭുതം വിടരുന്ന ഞാൻ കണ്ടു. തൻ്റെ കൈയൊന്ന് കാണിക്ക്. അവൾ എൻ്റെ നേരെ കൈ നീട്ടി. പഞ്ഞി പോലെ മൃദുലമായ അവളുടെ കൈകളിൽ ഞാൻ എൻ്റെ കൈ ചേർത്തു. ദേ ഇതുപോലെ. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ പ്രണയം വിടരുന്ന ഞാൻ കണ്ടു. ഡാ, പുറകിൽ നിന്ന് ചേച്ചിയുടെ സ്വരം. അർച്ചനന്റെ കയ്യിൽ നിന്ന് അവിടെ കൈ വിടുവിച്ചു. ഡീ, നീ വീട്ടിൽ പോയിക്കോ. ചേച്ചിയുടെ തീയാളുന്ന ശബ്ദം കേട്ട് പകച്ചവളെ എൻ്റെ നേർക്ക് നോക്കി. ചേച്ചി, ഞാൻ നിന്ന് വിക്കി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. പോയിട്ട് പഠിക്കണം. കത്തുന്ന കണ്ണുകളോടെ ചേച്ചി എന്നെ നോക്കിയിട്ട് മിന്നുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അർച്ചനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്ന ഞാൻ കണ്ടു. ഞാൻ കാരണം ആകെയുള്ള ആശ്രമമായിരുന്ന ചേച്ചിയും മിന്നി അവൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മനസ്സിലായി. കരയുന്ന മിഴികളോടെ അർച്ചന ആ വീടിൻ്റെ പടികളിറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ഉഷ ചേച്ചിയും കുട്ടികളും വീട്ടിൽ TV കാണാമെന്നെങ്കിലും അർച്ചന അവർക്കൊപ്പം വീട്ടിലേക്ക് വന്നില്ല. മിന്നു മാത്രം വിഷമത്തോടെ അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും അർച്ചനയെ ഞാൻ അവിടെ മുറ്റത്ത് കണ്ടെങ്കിലും എന്നെ കണ്ട മാത്രയിൽ ഓടിയൊളിക്കുന്ന അവളുടെ പാണ്ടിക്കുലിസിന്റെ ശബ്ദം എൻ്റെ മനസ്സിൽ സങ്കടം നിറച്ചു. കാർഷിക മേളയുമായി ബന്ധപ്പെട്ട് എൻ്റെ കോളേജിൽ അവധി പ്രഖ്യാപിച്ച ഒരാഴ്ച വീട്ടിൽ പോയി വരാൻ ഞാൻ തീരുമാനിച്ചു. മിണ്ടാട്ടം കുറഞ്ഞ ചേച്ചിയുടെ അരികിൽ ഞാൻ ആവശ്യം അറിയിച്ചു. ചേച്ചി സമ്മതം മൂളി. ബാഗുമായി നടന്ന് മുക്കിലെത്തി എൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായ അർച്ചനയും ഷിബുവേട്ടൻ്റെ മക്കളും പ്രത്യക്ഷപ്പെട്ടു. പീടികയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളുമായി നിൽക്കുന്ന ഷിബുവേട്ടൻ്റെ മൂത്തുമകൾ തിരക്കി. ഏട്ടാ, എങ്ങോട്ട് പോവാ? അർച്ചനയുടെ മുഖത്തേക്ക് പാളി നോക്കി ഞാൻ പറഞ്ഞു. വീട്ടിലേക്ക്. ഇനി വരില്ലേ? ഇല്ല. അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുവാനോ അവളുടെ മുഖത്തെ ഭാവങ്ങൾ അറിയാനോ ഞാൻ ഒരുമ്പെട്ടില്ല. എൻ്റെ മുമ്പിൽ വന്നിരുന്ന ബസ്സിൽ കയറി ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. സ്തബ്ധയായി നിൽക്കുന്ന അർച്ചനയുടെ മുഖം ഞാൻ കണ്ടു. അവളുടെ മിഴികളിൽ നിറഞ്ഞിരുന്ന് എന്നോടുള്ള ഇഷ്ടമായിരുന്നു ഞാൻ കണക്കുകൂട്ടി. അറിയാതെയെങ്കിലും എൻ്റെ മനസ്സിൽ പ്രണയം നിറഞ്ഞു. വീട്ടിലെത്തിയ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും അവളെപ്പറ്റി മാത്രം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കല്യാണ പെണ്ണായും എൻ്റെ കുട്ടികളുടെ അമ്മയായും അവൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. വഴക്ക് കൂടിയും പ്രണയിച്ചും അവൾ എൻ്റെ സ്വപ്നങ്ങളിൽ വിരുന്നു വരാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ തിരികെ എത്തി. അർച്ചനയെ കാണാൻ എൻ്റെ മനസ്സ് കുതികുത്തിയിരുന്നു. മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ പ്രണയം അവളോട് പറയുമ്പോൾ ആ കണ്ണുകളിലെ കുസൃതി നിറഞ്ഞ ചിരിക്കായി ഞാൻ വെമ്പൽ കൊണ്ടു. പക്ഷേ ഷിബുവേട്ടൻ്റെ വീട് അടഞ്ഞു കിടന്നിരുന്ന് എന്നിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചു. എന്താടാ, വഴക്കാണോ? ചേച്ചി എൻ്റെ കവിളിൽ തലോടി. ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞു? ആ കുട്ടിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായി കാണും. ഞാൻ തെളിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു. പാവം, അതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ചേച്ചിയുടെ ശബ്ദത്തിൽ സങ്കടം നിറഞ്ഞു. മാമ, ഇത് കണ്ടോ? മിന്നുവിൻ്റെ കയ്യിൽ എൻ്റെ രൂപസാദൃശ്യമുള്ളൊരു പടമുണ്ടായിരുന്നു. അർച്ചന ചേച്ചി വരച്ചതാ. മിന്നു കൊഞ്ചി. മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ പടം വാങ്ങി. എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം സിനിമയിലെ നായകനെന്ന വണ്ണം ആ പടത്തിൽ എൻ്റെ ഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റി വച്ചിരുന്നു. എൻ്റെ പൊടിമീശ പിരിച്ചു വെച്ചിരുന്നു. അവൾ പോയടാ.
ചേച്ചിയുടെ ശബ്ദനിൽ ഞെട്ടലുണ്ടാക്കി. പോയെന്നോ? എങ്ങോട്ട്? അവിടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല അവിടെ തമിഴ്നാട്ടിലെ ചെറിയമ്മയുടെ അനിയനായിട്ട് ആ കുട്ടിയുടെ കല്യാണമാണെന്നാണ് കേട്ടത്. ഒരു നിമിഷം ശ്വാസം നിലച്ചു പോകുമോ എന്ന് ഞാൻ കരുതി. കാരണം എൻ്റെ നെഞ്ചിൻ്റെ താളം ദ്രുതഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. നീ ഇവിടുന്ന് പോയതിന് പിന്നാലെ അവിടെ അച്ഛനും ചെറിയമ്മയും കുറേ ബന്ധുക്കളും വന്നിരുന്നു. ഷിബേട്ടിനും ഉഷ ചേച്ചിക്ക് 100 വട്ടം സമ്മതമായിരുന്നു. ശല്യം തീർന്ന സന്തോഷത്തിലായിരിക്കും അവർ ആ പാവത്തിന് ആ പിശാചിനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അവൾക്ക് സമ്മതമായിരുന്നോ? എൻ്റെ വാക്കുകളിൽ വിക്ക് നിറഞ്ഞു. അതിൻ്റെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാടാ ഉള്ളത്? അതൊരു പാവം. എൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ തുള്ളികൾ അവൾ വരച്ച എൻ്റെ ചിത്രത്തെ നനയ്ക്കാൻ തുടങ്ങിയിരുന്നു.